പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാവിലെ സമയം കൂടി വന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിച്ച എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ ദാസന്മാരെയും ഒക്കെ ഓർത്ത ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. രാവിലെ സമയം നമ്മൾ ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. ദയവായി നിങ്ങളുടെ മുഖം വ്യക്തമാക്കാൻ കഴിയുന്നവർ വീഡിയോ ഓണാക്കി ദൈവവചനത്തെ ശ്രവിക്കുക. കർത്താവ് നമ്മെ ധാരാളം സഹായിക്കട്ടെ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം ആസ്പദമാക്കിയുള്ള തിരുവചന സന്ദേശങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട 4 ക്ലാസുകൾ, 4 വചന സന്ദേശങ്ങൾ നമ്മൾ ആ വാക്യത്തെ ആസ്പദമാക്കിയുള്ളത് കഴിഞ്ഞു. ഇന്ന് അതിന്റെ സമാപന സന്ദേശമായി ചില ചിന്തകൾ കൂടെ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിച്ചത്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. സ്തോത്രം. ഇവിടെ ഏലിയാവിന്റെ ചരിത്രമാണ് പ്രവർത്തികളുടെ അപ്പോസ്തലനായ യാക്കോബ് വിവരിക്കുന്നത്. ഈ 5-ാം അധ്യായത്തിലെ തന്നെ വിഷയം ആത്മീക പക്വതയുള്ളൊരു മനുഷ്യൻ പ്രതിസന്ധികളിൽ പ്രാർത്ഥനാനിരതൻ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന, ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഉദാഹരണമായി യാക്കോബ് ഏലിയാവിനെ നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നതാണ് ഇവിടുത്തെ പ്രമേയം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. നമ്മെപ്പോലൊരു മനുഷ്യനായിരുന്നു. നമ്മെപ്പോലൊരു മനുഷ്യനെ കൊണ്ട് ഏകദേശം 1 രാജാക്കന്മാർ 17-ാം അധ്യായം മുതൽ 2 രാജാക്കന്മാർ 2-ാം അധ്യായം വരെയുള്ള ഏകദേശം 8 അധ്യായങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ പിടിച്ചു കുലുക്കിയ, പുതിയ നിയമത്തിൽ പോലും പകരം വെക്കാനില്ലാത്ത അസാധാരണകരമായ ശുശ്രൂഷ ചെയ്യാൻ ദൈവം ആ മനുഷ്യനെ ഉപയോഗിച്ചു. അത് നമുക്ക് പ്രചോദനമായിട്ടാണ് യാക്കോബ് പറയുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള നമ്മെ പോലുള്ളൊരു മനുഷ്യനായി. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഏലിയാവിന്റെ ചരിത്രത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ആ 4 വാക്യങ്ങൾ ചിന്തിക്കാൻ നമ്മൾ 4 ക്ലാസുകൾ എടുത്തു എന്നുള്ളത് ആ വിഷയങ്ങളുടെ ആഴത്തെ കാണിക്കുകയാണ്. ഇന്ന് നമ്മൾ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ഒന്ന് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. ദയവായി ബൈബിൾ ഉള്ളവർ വീഡിയോ ഓണാക്കി വെച്ച് ഉറങ്ങരുത്. ബൈബിൾ ഉള്ള എല്ലാവരും ബൈബിൾ തുറന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ധ്യാനത്തിനായി നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന യോർദാന് കിഴക്കുള്ള കെരീത്ത് തോടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യായകയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, 5 to 7. വളരെ വേഗം ചിന്തിക്കാൻ പോകുകയാണ്. ലിസൺ. നമ്മളിവിടെ കാണുന്നത് 3-4 വാക്യങ്ങളിൽ
ദൈവം കൽപ്പന കൊടുക്കുകയാണ് ഏലിയാവിന്. എന്താണ് കൽപ്പന കൊടുക്കുന്നത്? നീ യോർദാൻ അരികെയുള്ള കെരീത്ത് തോടിനരികെ പോയി ഒളിച്ചിരിക്കണം. ആ അവിടെ നീ തോട്ടിൽ നിന്ന് കുടിക്കണം. നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ 3-4 വാക്യങ്ങളിൽ ദൈവം കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ദൈവത്തിന്റെ കൽപ്പനയാണ് കാണുന്നത്. എന്നാൽ 5-ാം വാക്യത്തിൽ ഏലിയാവ് ചെയ്തതാണ് കാണുന്നത്. ഏലിയാവ് ചെയ്തതാണ് കാണുന്നത്. അപ്പോൾ ഈ 5-ാം വാക്യത്തിൽ 2 പ്രധാന വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമത്തെ വിഷയം വിശ്വാസം, രണ്ടാമത്തെ വിഷയം അനുസരണം. ഈ 2 വിഷയങ്ങൾ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഒന്ന് ഓടിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു എന്ന് കാണാം. അപ്പോൾ 5-ാം വാക്യത്തിനകത്ത് 1 വിശ്വാസമാണ്, 2 അനുസരണമാണ്. 3-4 വാക്യങ്ങളിൽ ദൈവം കൽപ്പിച്ചു. 5-ാമത്തെ വാക്യത്തിൽ ഏലിയാവിന്റെ വിശ്വാസവും അനുസരണം. അപ്പൊ നമുക്ക് 5-ാം വാക്യത്തിൽ നിന്ന് പഠിക്കാനുള്ളത് ഏലിയാവിന്റെ വിശ്വാസം, ഏലിയാവിന്റെ അനുസരണം. നോക്കാം, എന്താണ് ഏലിയാവിന്റെ വിശ്വാസം? ഏലിയാവിന്റെ വിശ്വാസം ഏലിയാവ് എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? കനാൻ നാടിന് പുറത്തുള്ള ഒരു ജാതീയ സ്ഥലത്ത് പോയി പാർക്കാൻ ദൈവം ഏലിയാവിനോട് പറയുമ്പോൾ, ഭക്ഷണത്തിന് കാക്കയിൽ കൂടെ ദൈവം പ്രൊവിഷനുകൾ, കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ, ഏലിയാവിന് വാസ്തവത്തിൽ തന്റെ യുക്തി അനുസരിച്ച് താൻ തന്റെ യുക്തിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ ഏലിയാവിന് ദൈവത്തോട് തിരിച്ചു വാദിക്കാനുള്ള ഒത്തിരി വകുപ്പുകൾ ഉണ്ടായിരുന്നു, തിരിച്ചു ചോദ്യം ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ദൈവമേ, ഞാനൊരു യഹൂദനാണ്, എനിക്ക് ജാതികളുടെ സ്ഥലത്ത് പോയിരിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയല്ല, ഈ ശമരിയ ഇസ്രായേൽ ദേശത്ത് ഞാൻ ദൂത് പറഞ്ഞാൽ എന്നെ ഇവിടെ തന്നെ നിനക്ക് സംരക്ഷിക്കാൻ കഴിയില്ലയോ എന്ന് ഏലിയാവിന് വാദിക്കാമായിരുന്നു. കൂടാതെ എന്റെ ശുശ്രൂഷ ഈ രാജ്യത്തല്ലേ, എന്നെ ഇവിടുത്തെ ഉണർവിന് വേണ്ടിയല്ലേ വിളിച്ചത് എന്ന് വേണമെങ്കിൽ ഏലിയാവിന് വാദിക്കാമായിരുന്നു. കൂടാതെ ഞാനൊരു യഹൂദനാണ്, അശുദ്ധ പക്ഷികളുടെ ഗണത്തിൽപ്പെടുന്ന ഒരു കാക്കയിലൂടെ ഞാൻ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, കാരണം അത് എനിക്ക് അശുദ്ധമായ ഒരു പക്ഷിയാണ്. ഇങ്ങനെ വലിയ വലിയ വാഗ്വാദങ്ങൾ, സംവാദങ്ങൾ, വാദങ്ങൾ, പ്രതിവാദങ്ങളൊക്കെ ഏലിയാവിന് ദൈവത്തോട് ചോദിക്കാമായിരുന്നു. തന്റെ യുക്തിക്കും ബുദ്ധിക്കുമായിരുന്നു താൻ പ്രാധാന്യം കൊടുത്തിരുന്നതെങ്കിൽ, ലോജിക്കലായിട്ടായിരുന്നു ഏലിയാവ് ചിന്തിച്ചിരുന്നതെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏലിയാവിന് നിശ്ചയമായും വാദിക്കാമായിരുന്നു. പക്ഷേ ഏലിയാവ് വിശ്വാസത്തിന് വേണ്ടി ഒരു വലിയ ചുവടുവെപ്പ് നടത്തുന്നതാണ് ഈ 5-ാം വാക്യത്തിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ, ദൈവം പറഞ്ഞ കാര്യത്തോട് ഒരു മറു ചോദ്യമില്ലാതെ, ദൈവം പറഞ്ഞ ആലോചനയോട് എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോൾ, ഇങ്ങനെയുള്ള യാതൊരു ചോദ്യങ്ങളുമില്ലാതെ, നമ്മുടെ ഭാഷ പറഞ്ഞ വേണമെങ്കിൽ ഒരു പൊട്ടനെ പോലെയോ ഭോഷനെ പോലെയോ മറു ചോദ്യങ്ങളൊന്നുമില്ലാതെ ദൈവം പറഞ്ഞ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് താനൊരു വിശ്വാസത്തിന്റെ ചുവട് വെക്കുന്നതാണ് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏലിയാവ് ദൈവം പറഞ്ഞ വാക്കുകളെ അതേപടി വിശ്വസിച്ചു എന്നുള്ളതിന്റെ ആ ചുവടുവെപ്പാണ് താൻ കെരീത്ത് തോടിന്റെ അരികെ ഒളിച്ചിരിക്കുവാൻ പോകുന്നത്.
അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്നു, നിന്റെ വായിൽ നിന്ന് തിരിച്ച് ഒരു പ്രതിവാദമില്ലാതെ, ഒരു ചോദ്യമില്ലാതെ ദൈവം നിന്നോട് എന്തു പറഞ്ഞോ ആ പറഞ്ഞ കാര്യത്തെ അതുപോലെ വിശ്വസിക്കാൻ നീ ഒരു ചുവടുവെപ്പ് നടത്തുമ്പോൾ അത് വലിയ ദൈവപ്രവൃത്തിയുടെ ആരംഭമായി തീരാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്യമാണ്. എന്താണ്? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നമ്മൾ ആ വാക്യം അത്രയും പറഞ്ഞങ്ങ് നിർത്തുക. പക്ഷെ ആ വാക്യം അത്രയല്ല. മാർത്തയോട് യേശു പറയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? എന്താണ് അതിന്റെ അർത്ഥം? കർത്താവ് മാർത്തയോട് പറയാ, മാർത്തേ, ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ത്? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അർത്ഥം, ദൈവം പറയുന്നത് നാട്ടുകാർ പറയുന്നതല്ല എനിക്ക് വിഷയം, മെഡിക്കൽ റിപ്പോർട്ട് അല്ല എന്റെ വിഷയം, സൊസൈറ്റി പറയുന്നതല്ല എന്റെ വിഷയം. മറിയേ, മാർത്തേ, ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്നു, നിന്റെ മെഡിക്കൽ റിപ്പോർട്ട് നിനക്കെതിരെ പറഞ്ഞേക്കാം, നിന്റെ സൊസൈറ്റി നിനക്കെതിരെ പറഞ്ഞേക്കാം, നിന്റെ സ്പിരിച്വൽ വേൾഡ് നിനക്കെതിരെ പറഞ്ഞേക്കാം. പക്ഷേ ഇന്ന് രാവിലെ കർത്താവ് പറഞ്ഞതിനെ മാത്രം വിശ്വസിക്കാൻ ഇന്ന് രാവിലെ ആര് തയ്യാറാകുന്നോ അവർ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ പോകുകയാണ്. അതാണ് മറിയ കാനാവിലെ വീട്ടിൽ ശുശ്രൂഷക്കാരോട് പറയുന്നത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ മറു ചോദ്യം വേണ്ട, അത് അതുപോലെ ചെയ്തേര്, അത് ചരിത്രമായി തീരുകയാണ്. ഇന്ന് രാവിലെ സമയം ഏലിയാവിനെ വിശ്വാസത്തിന്റെ പ്രതിനിധിയായി യാക്കോബ് അപ്പോസ്തലൻ അവതരിപ്പിച്ചത് വെറുതെയല്ല, മറു ചോദ്യമില്ലാതെ കെരീത്ത് തോട്ടിലേക്ക് താൻ ചുവട് വെച്ചുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസം താൻ തെളിയിക്കുകയാണ്. പ്രൈസ് ഗാഡ്, സ്തോത്രം. രണ്ടാമത് ഏലിയാവിന്റെ അനുസരണമാണ് അവിടെ കാണുന്നത്. ഏലിയാവിന്റെ അനുസരണം എന്നുള്ളത് നമുക്ക് ഈ അംഗീകാരം കഴിയുന്ന കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമില്ല. കാരണം 5-ാം വാക്യം അവസാനിക്കുമ്പോൾ ഏലിയാവ് അവൻ ചെന്ന് യോർദാൻ കിഴക്കുള്ള കെരീത്ത് തോടിനരികെ അവൻ പാർത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 5-ാം വാക്യം അവസാനിക്കുന്നത്. പ്രൈസ് ഗാഡ്. കൂടാതെ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വിഷയം, വിശ്വസിച്ചവൻ അനുസരണത്തിലേക്ക് കടക്കുന്നതാണ് അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് അവൻ ചെന്ന യോർദാന് കിഴക്കുള്ള കെരീത്ത് തോടിനരികെ പാർത്തു എന്ന് പറയുന്നു. ഏലിയാവിന്റെ വിശ്വാസം നമ്മൾ കണ്ടു. ഇപ്പോൾ അടുത്തത് ഒബീഡിയൻസ്, അനുസരണം. സമ്പൂർണമായ അനുസരണത്തിനുള്ള ഉത്തമമായ ഒരു മാതൃകയാണ് ഏലിയാവ്. കാരണം അത് ഏലിയാവ് ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ്. പക്ഷേ എന്റെ ചോദ്യം, എന്താണ് അനുസരണം? എന്താണ് അനുസരണം? നമുക്ക് എന്ത് നിർവചനം കൊടുക്കാം, എന്ത് ഡെഫിനിഷൻ കൊടുക്കാം അനുസരണത്തിന്? ഒത്തിരി വാക്യങ്ങൾ ബൈബിളിൽ നമുക്ക് എടുക്കാം. അനുസരണം എന്നുള്ളതിന് പല വാക്യങ്ങളുണ്ട്. ഈ വാക്യങ്ങളൊക്കെ കൂടാതെ എന്താണ് അനുസരണം? ഒരു നിർവചനം കൊടുക്കാം. പ്രായോഗികമായി ഒരു നിർവചനം കൊടുത്താൽ നമുക്ക് ഇങ്ങനെ അതിനെ പറയാം: ദൈവം ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ദൈവം പറയുന്ന സമയത്ത് ദൈവം പറയുന്ന രീതിയിൽ ചെയ്യുന്നതാണ് അനുസരണം. ഒന്നുകൂടെ പറയാം, ദൈവം ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ദൈവം പറയുന്ന സമയത്ത് ദൈവം പറയുന്ന രീതിയിൽ ചെയ്യുന്നതിനെയാണ് വേദപുസ്തകം അനുസരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. സ്തോത്രം. അനുസരണത്തെ വിവിധ ആംഗിളുകളിൽ വിശേഷിപ്പിക്കാം. അനുസരണത്തെ വിവിധ ആംഗിളുകളിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഒന്ന്, ചോദ്യം ചെയ്യാതെയുള്ള അനുസരണം. 2, മനസ്സോടെയുള്ള അനുസരണം. 3, ഉടനെയുള്ള അനുസരണം. 4, സന്തോഷത്തോടുകൂടെയുള്ള അനുസരണം. 5, പൂർണ്ണ ഹൃദയത്തോടുകൂടെയുള്ള അനുസരണം.
ഇങ്ങനെ 5 നിലകളിൽ അനുസരണത്തെ വിശേഷിപ്പിക്കാം. സ്നേഹിത, കർത്തൃദാസനെ, കർത്തൃദാസിയെ, പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്നു, നിന്റെ അനുസരണം ചോദ്യം ചെയ്യാതെയുള്ള അനുസരണമാണോ? നിന്റെ അനുസരണം മനസ്സോടെയുള്ള അനുസരണമാണോ? നിന്റെ അനുസരണം ഉടനടിയുള്ള അനുസരണമാണോ? നിന്റെ അനുസരണം സന്തോഷത്തോടുകൂടെയുള്ള അനുസരണമാണോ? നിന്റെ അനുസരണം പൂർണ്ണ ഹൃദയത്തോടുകൂടെയുള്ള അനുസരണമാണോ? പ്രൈസ് ഗാഡ്. ഈ 5 നിലകളിലാണെങ്കിൽ അതിനെ അനുസരണമായി തിരുവെടുത്ത് വ്യക്തമായി പറയും. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ അനുസരണം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളുടെയും മൂലകാരണമായി പറഞ്ഞിരിക്കുന്ന വിഷയമാണ് അനുസരണം. വാഗ്ദത്ത നിവർത്തി വേണോ? അനുഗ്രഹം നിവർത്തിക്കപ്പെടണോ? അനുസരണം എന്ന ആ ഒരു മാധ്യമത്തിലൂടെ ഇതൊക്കെ നമുക്ക് ലഭിക്കും. നമ്മുടെ പല ആളുകൾക്കും അനുസരണം വളരെ കുറവാണ്. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരപ്പൻ എന്തോ ഒരു കാര്യത്തിന് മകനെ ശിക്ഷിച്ചു. അപ്പൻ മകന് കൊടുത്ത ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ, വീടിന്റെ മൂലയിൽ സ്റ്റാച്ചു പോലെ അനങ്ങാതെ 10 മിനിറ്റ് നിൽക്കണം. അപ്പന്റെ കയ്യിലിരിക്കുന്ന വടി കണ്ട് മകൻ ഭയന്ന് അപ്പൻ പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. ആ വീടിന്റെ മൂലയിൽ 10 മിനിറ്റ് സ്റ്റാച്ചു പോലെ അനങ്ങാതെ നിന്നു. ഈ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ കൊച്ചു പയ്യൻ വെളിയിലേക്ക് വന്നിട്ട് അവന്റെ അനുജനോട് പറയുക, ഞാൻ ആ മൂലയിൽ നിൽക്കുമായിരുന്നെങ്കിലും എന്റെ മനസ്സിൽ ഞാൻ ഇരിക്കുമായിരുന്നു. നോക്കിക്കേ, അവന്റെ അനുസരണം പോലും മനസ്സോടെയുള്ളതോ പൂർണ്ണ ഹൃദയത്തോടുള്ളതോ സന്തോഷത്തോടുള്ളതോ ചോദ്യം ചെയ്യാതുള്ളതോ ഒന്നുമല്ല. പകരം അവന്റെ അനുസരണം എങ്ങനെയുള്ളതായിരുന്നു? മനസ്സില്ലാ മനസ്സോടെ ഉള്ളതായിരുന്നു, വലിയ ഭയന്നുള്ളതായിരുന്നു. ഇന്ന് രാവിലെ കർത്താവ് നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ, മനസ്സോടെ, സന്തോഷത്തോടെ, ചോദ്യം ചെയ്യാതെയുള്ള ഉടനെയുള്ള ആ അനുസരണമാണ്. ഈ ഒരു മേഖല ഓവർകം ചെയ്യാതെ നിങ്ങൾക്ക് ഒരു വാഗ്ദത്ത നിവൃത്തിയിലേക്കും ഒരു അനുഗ്രഹത്തിലേക്കും പോകാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകത്തിൽ അനുസരണത്തിന് വിവിധ മാതൃകകൾ കർത്താവ് ചൂണ്ടിക്കാണിക്കും. ഞാനൊരു 2-3 പേരെ കുറിച്ച് പറയാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ നോഹയെ കുറിച്ചാണ് പറയുന്നത്. നോഹയുടെ അനുസരണത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ വിശേഷിപ്പിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അടുത്ത ഒരു സെന്റൻസ് കൂടെ ഉണ്ട്. എന്താണെന്നറിയാവോ? അങ്ങനെ തന്നെ അവൻ ചെയ്തു. സത്യത്തിൽ ആ ഒരു സെന്റൻസിന്റെ ആവശ്യമുണ്ടോ? സത്യത്തിൽ ആദ്യത്തെ സെന്റൻസിനകത്ത് എല്ലാം ഇല്ലേ? എന്താ? ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. പക്ഷെ അടുത്ത സെന്റൻസ് പറയാണ്, അങ്ങനെ തന്നെ അവൻ ചെയ്തു. നോക്കിക്കേ, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ആ പദ ഇമ്പോർട്ടന്റ് കോമയ്ക്കകത്ത് ഇടണം. അങ്ങനെ തന്നെ അവൻ ചെയ്തു. ഇത് അനുസരണത്തിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ലെവലാണ്. അതുകൊണ്ടാണ് ആ തലമുറയിൽ നോഹ നീതിമാൻ എന്നെ. അതുകൊണ്ടാണ് അവന്റെ കുടുംബം രക്ഷപ്പെട്ടത്. സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരാളെ പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തുകയാണ്. എബ്രായ ലേഖനം 11-ന്റെ 8.
അബ്രഹാമിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നു, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അണ്ടർലൈൻ ചെയ്യണം ആ ഭാഗം. അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ദൈവം അബ്രഹാമിന് റൂട്ട് മാപ്പോ ഒന്നും കൊടുത്തില്ല. ദൈവശബ്ദമുണ്ട്, പക്ഷെ എവിടേക്ക് പോകുന്നു എന്ന് അറിയില്ല. പക്ഷെ അനുസരിച്ചത് കൊണ്ടാണ് ആ യാത്ര സഫലമായത്. അനുസരിച്ചത് കൊണ്ടാണ് അബ്രഹാം ഇസ്രായേൽ എന്ന രാഷ്ട്രമായി മാറി. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൽ മോശയെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതുകൂടെ അനുസരണവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുക. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 32-ാം അധ്യായം മുതൽ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട പണിയെക്കുറിച്ചൊക്കെയുള്ള ചരിത്രം. ഇവിടെ 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 40-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുകയാണ്, മോശ അങ്ങനെ ചെയ്തു. അത് ശ്രദ്ധേയമാണ് ആ പദം. മോശ അങ്ങനെ ചെയ്തു. അടുത്ത പദം, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അവൻ ചെയ്തു. കണ്ടോ, മോശ അങ്ങനെ ചെയ്തു. ഇതിനടുത്ത് പറയാണ്, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും അവൻ ചെയ്തു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അനുസരണം എന്നതിന് ഏറ്റവും മനോഹരമായ നിർവചനം ദൈവം ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ദൈവം പറയുന്ന സമയത്ത് ദൈവം പറയുന്ന രീതിയിൽ ചെയ്യുന്നതാണ്. ഇനി ഈ മോശയെ കുറിച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞ് ഒരു പാട്ടിന്റെ കോറസ് പോലെ ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ എന്ന് പറയുന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ എന്ന് പറയുന്നു. 16-ാം വാക്യത്തിൽ പറഞ്ഞു, മോശ അങ്ങനെ ചെയ്തു, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തെന്ന്. പക്ഷെ ഇത് പിന്നീട് നിരവധി പ്രാവശ്യം ഒരു പാട്ടിന്റെ കോറസ് പോലെ താഴോട്ട് പറയാ. ഞാൻ ഈ പറയുന്ന വേദഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ 40-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, 21-ാം വാക്യം, 23-ാം വാക്യം, 25-ാം വാക്യം, 27-ാം വാക്യം, 29-ാം വാക്യം, 32-ാം വാക്യം, ഇവിടങ്ങളിലെല്ലാം ഇത് തന്നെ പറയുക, യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്തു. അപ്പോൾ വേദപുസ്തകം പരിശോധിക്കാൻ നോഹയാകട്ടെ, മോശയാകട്ടെ, അബ്രഹാമാകട്ടെ, ആരെങ്കിലും എന്തെങ്കിലും ഒരു അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ പ്രാപിച്ചതെല്ലാം ദൈവത്തിന്റെ ആലോചനയും ശബ്ദവും അനുസരിച്ചതിന്റെ വിലയാണ്. നിങ്ങൾ അറിയപ്പെടുന്ന കർത്തൃദാസന്മാരെ പരിചയമുണ്ടോ? ചോദിക്കുക. അവരുടെ ഇന്നലകളിലെ അനുസരണത്തിന്റെ വിലയാണ് ഇന്നത്തെ അനുഗ്രഹം എന്നുള്ളത്. സ്തോത്രം. ഞാൻ അവിടെ തൽക്കാലം 5-ാം വാക്യം നിർത്തുകയാണ്. വാക്യം 6-ലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ എന്താണ് പറയുന്നത്? കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. 6-ാം വാക്യത്തിന് ഞാൻ ഹെഡിങ് കൊടുത്തു, വാക്തത്വം നിവർത്തിക്കുന്ന ദൈവം. എന്താണ് വാക്തത്വം നിവർത്തിക്കുന്ന ദൈവം? സ്തോത്രം. 3-4 വാക്യങ്ങളിൽ ദൈവം എന്താണ് ഏലിയാവിനോട് കൽപ്പിച്ചത്? തോട്ടിൽ നിന്ന് വെള്ളം കൊടുക്കുമെന്നും കാക്കയിലൂടെ അപ്പവും ഇറച്ചിയും നൽകുമെന്നും അതുകൊണ്ട് നീ ആ തോടിന്റെ അരികെ പോയി ഒളിച്ചിരിക്കുവാൻ ദൈവം കൽപ്പിക്കുകയാണ്. അപ്പോൾ 3-4 വാക്യങ്ങളിൽ ദൈവം എന്ത് കൽപ്പിച്ചുവോ 6-ാം വാക്യത്തിൽ ദൈവം അത് കൃത്യമായി നിവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ പ്രസംഗിക്കുന്ന ദൈവം വ്യാജം പറയാൻ മനുഷ്യനല്ല. അവൻ കൽപ്പിച്ചാൽ നിവർത്തിക്കുന്ന ദൈവമാണെങ്കിൽ ഇന്ന് രാവിലെ നിന്റെ വാക്തത്വത്തിന് ഒരു അല്പ കാലതാമസമോ ഡിലേ ഒക്കെ വന്നു കണ്ടേക്കാം. പക്ഷേ
നിരാശപ്പെടരുത്, പിറുപിറുക്കരുത്. അവൻ നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ കൃത്യമായി നിവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. നോക്കുക, 3-4 വാക്യങ്ങളിൽ പറഞ്ഞ വാഗ്ദത്തം 5-ാം വാക്യത്തിൽ കൃത്യമായി ഏലിയാവിന് വേണ്ടി ദൈവം നിവർത്തിക്കുകയാണ്. അങ്ങനെ നിവർത്തിച്ചതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 5-ാം വാക്യത്തിൽ ഏലിയാവ് കാണിച്ച അനുസരണമാണ് ആ നിവർത്തിയിലേക്ക് വരുന്നത്. സ്തോത്രം. അപ്പൊ 3-4 വാക്യങ്ങളിൽ ഏലിയാവിനോട് ദൈവം കൽപ്പിച്ച വാഗ്ദത്തം ഈ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം നിവർത്തിക്കാനുള്ള റീസൺ 5-ാം വാക്യത്തിലെ ഏലിയാവിന്റെ അനുസരണമാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അനുസരിക്കാൻ മനസ്സുണ്ടോ, കേട്ട വാഗ്ദത്തങ്ങൾ നിവർത്തിയിലേക്ക് വന്നിരിക്കും. നീ ഈ ദൂത് ഇന്ന് രാവിലെ കേൾക്കാൻ കാരണം, ഈ മെയ് മാസം അവസാനിക്കുന്നതിന് മുൻപ് ഇന്നലകളിൽ, വർഷങ്ങളിൽ, മാസങ്ങളിൽ കേട്ട വാഗ്ദത്തങ്ങൾ പലതും പെൻഡിങ് ആയി കിടക്കുന്നെങ്കിൽ അനുസരിക്കാൻ മനസ്സുണ്ടോ, നിവർത്തിക്കാൻ ദൈവം ശക്തനാണ്. കാരണം അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മുടെ ദൈവത്തെ വിളിച്ചിരിക്കുന്നത് അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമെന്നാണ്. കൂടാതെ നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ കാര്യം, സ്തോത്രം, 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ്. അവിടെ വളരെ ക്ലിയർ ആയി പറയുന്നു, നാം അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അതവന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. അവന് ഗതിഭേദങ്ങളാൽ ആച്ഛാദനമില്ലാത്ത ദൈവമാണെങ്കിൽ, എത്രയോ പ്രാവശ്യം നാം പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ദൈവിക പ്രവർത്തികളിലൊക്കെ അവിശ്വസ്തരായിട്ടുണ്ട്. എന്നിട്ടും അതുപോലെ നമ്മളോട് പ്രവർത്തിക്കാതെ നാം അവിശ്വസ്തരായപ്പോഴും നമ്മുടെ ദൈവം വിശ്വസ്തനായിരുന്നു. വിശ്വസ്തത അവന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ഇന്ന് രാവിലെ സമയം കർത്താവിനോട് പറയുന്നു, ബ്രദർ, സിസ്റ്റർ, കർത്തൃദാസനെ, നിന്നോട് അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ടോ, നിവർത്തിക്കാൻ ശക്തനായ ദൈവമാണ്. പക്ഷേ അനുസരിക്കാൻ നീ തയ്യാറാകുക. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം, 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റി. ഈ തോട് ഭക്തന് വേണ്ടി ദൈവം ക്രമീകരിച്ചതല്ലേ? അതെ. ഈ കാക്കയെ ഏലിയാവിന് വേണ്ടി ദൈവം ക്രമീകരിച്ചതല്ലേ? അതെ. ദൈവത്തിന്റെ ഭക്തനെ പുലർത്താനുള്ള പ്രൊവിഷൻസിന്റെ ഭാഗമായിരുന്നു തോട്ടിലെ വെള്ളം. കാക്കയുടെ വരവ് പിന്നെ എന്തുകൊണ്ട് വറ്റിപ്പോയി? ദൈവം ക്രമീകരിച്ചത് വറ്റിപ്പോകുമോ? ഓഫ് കോഴ്സ്, തീർച്ചയായും. ഇതൊരു ചോദ്യമാണ് ചിന്തിക്കുന്നവർക്ക്. ദൈവം കൽപ്പിച്ചാക്കിയ, ദൈവം ദൈവഹിതപ്രകാരം പ്രവാചകന് കൊടുത്ത ആ തോട് വറ്റിപ്പോയി. എന്താണ് അത് വറ്റിപ്പോകാൻ ദൈവം അനുവദിച്ചത്? എന്താണ് കാക്കയുടെ വരവ് നിന്നു പോകാൻ ദൈവം സമ്മതിച്ചത്? സ്വാഭാവികമായി നമുക്ക് തോന്നാം. പലരും ചോദിച്ചിട്ടുണ്ട്, ദൈവമാണ് ആ വഴി തുറന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ആ വഴി നിന്നുപോയത്? ചോദ്യമാണ്. സ്തോത്രം. എന്തിനാണ് ദൈവം ആ തോട് വറ്റിപ്പോകാൻ അനുവദിച്ചത്? എന്തിനാണ് കാക്കയുടെ വരവ് നീക്കാൻ ദൈവം സമ്മതിച്ചത്? എന്റെ ദൈവവചന പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു 3 കൂട്ടം കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തോട് വറ്റിപ്പോകാൻ, കാക്കയുടെ വരവ് നിന്നു പോകാൻ ദൈവം അനുവദിച്ചതിന്റെ 3 കാര്യങ്ങൾ, 3 റീസണുകൾ. 1, ഏലിയാവ് തന്റെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട്, സാഹചര്യങ്ങളോട് പറ്റുമാനം ചേർന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത മുൻപിൽ കണ്ടുകൊണ്ടാണ് ദൈവം
ആ തോട് വറ്റാനും ആ കാക്കയുടെ വരവ് നിൽക്കാനും ദൈവം അനുവദിച്ചു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ലൊരു സാഹചര്യത്തില. കുടിക്കാൻ വെള്ളമുണ്ട്, കഴിക്കാൻ രാവിലെയും വൈകിട്ടും ഭക്ഷണം. ആ ഒരു സാഹചര്യത്തോട് ഏലിയാവ് അങ്ങ് പറ്റുമാനം ചേർന്ന് അനുയോജ്യപ്പെട്ട് ആ സാഹചര്യത്തെ ആശ്രയിച്ച് പോകാനുള്ള വലിയ സാധ്യത മുൻപിൽ കണ്ടുകൊണ്ടാണ് ദൈവം അത് വറ്റിപ്പോകാനും കാക്കയുടെ വരവ് നിൽക്കാനും അനുവദിച്ചു. എന്ന് പറഞ്ഞാൽ ആശ്രയം ഇപ്പോൾ ദൈവത്തിൽ നിന്ന് ഈ സാഹചര്യങ്ങളിലേക്ക് ലഭിക്കുന്ന സിറ്റുവേഷനുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ ദാതാവിനേക്കാൾ ആശ്രയം ദാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. കർത്താവിന്റെ ദാസന്മാരെ പുലർത്തുന്നത് ദൈവമാണ്. കർത്താവിന്റെ ദാസന്മാരെ പുലർത്തുന്നതും ദൈവമാണ്. പക്ഷേ എനിക്ക് സ്ഥിരമായി ഒരു ഞെരുക്കം വരുമ്പം എന്നെ സഹായിക്കാൻ നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരൻ ഉണ്ടെന്നിരിക്കട്ടെ. ഒരു ഞെരുക്കം വരുമ്പോൾ ഉടനെ ഞാൻ ഫോൺ എടുത്ത് ആദ്യം വിളിക്കുന്ന അദ്ദേഹത്തെ ആയിരിക്കും. പക്ഷേ ആ കാക്കയുടെ വരവ് ഒരു പ്രാവശ്യം ഒന്ന് അടഞ്ഞാൽ പിന്നെ ഞെരുക്കം വരുമ്പോൾ ഞാൻ പ്രാർത്ഥനാ മുറിയിലെ പായിലേക്കായിരിക്കും ഓടുന്നത്. കാരണം ആശ്രയം അവിടെ ഇല്ല, ദാനങ്ങളില്ല ആശ്രയിക്കാൻ, ദാതാവ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരെയൊക്കെയോ ആശ്രയിക്കുന്നുണ്ട്. ദൈവം ആ വെള്ളം വറ്റിച്ചു കളയും. ദൈവം ആ കാക്കയുടെ വരവ് നിൽക്കാൻ അനുവദിക്കും. കാരണം നിങ്ങൾ ആ സാഹചര്യങ്ങളോട് പറ്റുമാനം ചേർന്ന് പോകാൻ സാധ്യതയുണ്ട്. ദൈവം ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു മാത്രം മുൻപോട്ട് പോകാം. അതിനാണ് ദൈവം ആ തോട് വറ്റാൻ, കാക്കയുടെ വരവ് നിൽക്കാൻ അനുവദിച്ചത്. രണ്ടാമത്തെ കാരണം, ദൈവമാണ് നമുക്ക് ഈ നന്മകളും ദാനങ്ങളും തരുന്നെങ്കിൽ പോലും ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ ദാനവും താൽക്കാലികമാണെന്ന് ദൈവം ഏലിയാവിനെ ബോധ്യപ്പെടുത്തുകയായി. അതുകൊണ്ടാണ്, ശരിയല്ലേ, 2 കൊരിന്ത്യർ 4:18 പൗലോസ് പറയുന്നത്, കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. നിങ്ങൾ ഈ കാണുന്ന എല്ലാ ദാനങ്ങളും താൽക്കാലികമാണ്, കാണാത്തതാണ് നിത്യം. നമ്മുടെ കണ്ണുകൾ ആ നിത്യമായതിലേക്കായിരിക്കും. സ്തോത്രം. എബ്രായ ലേഖനം 11:13 നമ്മെ വിളിച്ചിരിക്കുന്നത് നാം ഭൂമിയിൽ അന്യരും പരദേശികളും എന്നാണ്. അങ്ങനെ ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടാണ് വിശ്വാസവീരന്മാരിൽ പലരും വിശ്വാസത്തിൽ മരിച്ചത്. 1 പത്രോസ് 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മെ വിളിച്ചിരിക്കുന്നത് പ്രവാസികളും പരദേശികളും എന്ന്. അങ്ങനെങ്കിൽ ഈ ഭൂമിയിൽ പ്രവാസികളായ, ഈ ഭൂമിയിൽ പരദേശികളായ ഞാനും നിങ്ങളും എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം എന്നെയും നിന്നെയും ചില സാഹചര്യങ്ങളിൽ പുലർത്താൻ ചില അത്ഭുതങ്ങൾ ചെയ്തേക്കാം, ചില ദാനങ്ങൾ തന്നേക്കാം. പക്ഷേ അതെല്ലാം താൽക്കാലികമാണ്. ദൈവമാണ് നമുക്ക് വേണ്ടി ദാനങ്ങളിൽ ചിലത് നൽകുന്നെങ്കിൽ പോലും അതെല്ലാം താൽക്കാലികമായി ഭൂമിയിലെ വാസത്തിന് വേണ്ടി മാത്രമാണ്. എന്നാൽ കാണുന്ന പലതും താൽക്കാലികമാകുമ്പോൾ കാണാത്തൊരു നിത്യമായ ഒന്ന് നമുക്ക് വേണ്ടി കരുതപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെ നിങ്ങളുടെ ചിന്തകൾ അതിലേക്ക് വേണ്ടി ഒന്ന് പോകുവാൻ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ നാം ഈ ഭൂമിയിൽ പരദേശിയായതുകൊണ്ട്
ദൈവം തന്റെ ഹിതത്തിൽ തരുന്ന അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ പോലും നാം നിത്യനായ ദൈവത്തിൽ ആശ്രയിച്ച് ഈ ഭൂമിയിൽ ഇതെല്ലാം താൽക്കാലികമാണെന്ന് ചിന്തിച്ച് കാണാത്ത നിത്യമായതിനു വേണ്ടി വാഞ്ചിക്കാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കും. മൂന്നാമത്തെ കാര്യം, ഒന്ന്, ഏലിയാവ് ആ സാഹചര്യങ്ങളോട് പറ്റുമാനം ചേർന്ന് ദാനങ്ങളിൽ ആശ്രയിക്കാതിരിക്കാൻ, ദാതാവിനെ മാത്രം ആശ്രയിക്കാൻ ദൈവം ആ തോട് പറ്റുവാൻ കാക്കയുടെ വരവ് നീക്കാൻ അനുവദിച്ചു. രണ്ട്, ഭൂമിയിലെ എല്ലാ ദാനങ്ങളും അത് ദൈവം ഒരുക്കി തരുന്നതാണെങ്കിൽ പോലും അത് താൽക്കാലികമാണെന്ന് നിത്യമായതിനു വേണ്ടി വാഞ്ചിപ്പാൻ ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ കാര്യം വളരെ സന്തോഷകരം തരുന്ന കാര്യം, ദൈവത്തിന് തന്റെ ജനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിരവധി മാർഗങ്ങളുണ്ടെന്ന് ഏലിയാവിനെ ബോധ്യപ്പെടുത്തുക. ഏലിയാവേ, നീ എന്റെ ദാസനാണ്, നിന്റെ കാര്യം നടപ്പിലാക്കാൻ എന്റെ കയ്യിൽ നിരവധി മാർഗങ്ങളുണ്ട്. നിന്റെ വിചാരവും നിന്റെ ചിന്തയുമാണ് ലിമിറ്റ് ഉള്ളത്. ഇനി ഞാൻ എന്ത് ചെയ്യും? നിന്റെ വിചാരത്തിൽ ലിമിറ്റ് ഉണ്ട്, നിന്റെ ചിന്തയ്ക്ക് ലിമിറ്റ് ഉണ്ട്. പക്ഷെ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വിചാരങ്ങൾക്കും ദൈവത്തിന്റെ വഴികൾക്കും ലിമിറ്റ് ഇല്ല. അത് അഗാധമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവം ഇപ്പോൾ ഒരു രീതിയിലാണ് പ്രവർത്തിച്ചത്. കെരീത്തിൽ വെള്ളം കൊടുത്തും കാക്കയെ കൊണ്ട് അപ്പവും ഇറച്ചും കൊടുത്ത് ഒരു രീതിയിലാണ് ഇപ്പോൾ ദൈവം തന്റെ ഭക്തനെ പോറ്റിയത്. അടുത്ത രീതി സാരഭാത്തിൽ വിധവയെ കൊണ്ടാണ്. അടുത്ത രീതിയിൽ ദൂതനെ കൊണ്ടാണ് അപ്പം കൊടുക്കുന്നത്. ഒരിക്കൽ അപ്പം കൊടുക്കാൻ കാക്കയെങ്കിൽ, ഒരിക്കൽ അപ്പം കൊടുക്കാൻ വിധവയെങ്കിൽ, അടുത്തത് അപ്പം കൊടുക്കുന്നത് സ്വർഗത്തിലെ ദൂതനാണ്. ഇന്ന് രാവിലെ തിരിച്ചറിയുക, ദൈവത്തിന് നിന്നെ പുലർത്താൻ നിരവധി മാർഗമുണ്ട്. നാം സേവിക്കുന്ന ദൈവം വെറൈറ്റിയുടെ ദൈവമാണ്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുന്നു, നിന്റെ ഈ കൊച്ചു ബുദ്ധി കൊണ്ട്, നിന്റെ ഈ കൊച്ചു ചിന്ത കൊണ്ട്, നിന്റെ ഈ കൊച്ചു മനസ്സുകൊണ്ട് ദൈവത്തെ അളക്കരുത്. ദൈവത്തിന്റെ കയ്യിൽ നിരവധി പ്രൊവിഷൻസുകളുണ്ട്. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ വെറൈറ്റിയാണ്. 3 മരിച്ചവരെ ഉയർപ്പിച്ച യേശു 3 രീതിയിലാണ് ഉയർപ്പിച്ചത്. ലാസറിനെ വിളിച്ചു പുറത്തു കൊണ്ടുവന്നെങ്കിൽ വിധവയുടെ മകന്റെ മഞ്ചത്തെ തൊട്ട് യായിറോസിന്റെ മകളോട് എഴുന്നേറ്റ് വരാൻ കൽപ്പിച്ചു. നോക്കിയ 3 വ്യത്യസ്ത രീതിയിൽ. 3 കുരുടർക്ക് കാഴ്ച കൊടുത്തത് 3 വ്യത്യസ്ത രീതിയിൽ. നമ്മുടെ ദൈവം വെറൈറ്റിയുടെ ദൈവമാണ്. ഇന്ന് രാവിലെ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിനക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത, നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത, നിന്റെ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാൻ കഴിയാത്ത ലെവലുകളിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നിന്റെ ആവശ്യങ്ങളെ നിവർത്തിക്കാൻ നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ നിരവധി മാർഗങ്ങളുണ്ട്. നമ്മുടെ ദൈവം വെറൈറ്റിയുടെ ദൈവമാണ്. എത്ര പേരാമയും പറയുന്നത്? സ്തോത്രം. ഈ രാവിലെ സമയം നമ്മുടെ ദൈവം വെറൈറ്റിയുടെ ദൈവമാണ്. അതെ, അങ്ങനെ തന്നെ ഞാൻ പറയുന്നു. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദൈവം പല മാർഗങ്ങളിൽ കൂടി, ദൈവം പല വ്യക്തികളിൽ കൂടി, ദൈവം പല രീതികളിൽ കൂടി, സ്തോത്രം, തന്റെ മക്കളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്ന ദൈവമാണ്. രാവിലെ സമയം അങ്ങനെ ഒരു ദൈവത്തെ സേവിക്കാൻ ഭാഗ്യം ലഭിച്ചവരെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുക. ശരിയല്ലേ? ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നമ്മൾ ചിന്തിക്കാത്ത, നനയ്ക്കാത്ത എത്രയോ വഴികളിലൂടെയാണ് ദൈവം നമ്മെ നടത്തുന്നത്. വല്ലപ്പോഴെങ്കിലും ഒന്ന് നിങ്ങൾ അത് ഓർത്ത് നിങ്ങളുടെ കണ്ണുകൾ നിറയണം. മനുഷ്യൻ നന്ദിയുള്ളവരായ ദൈവസംഘം ജീവിക്കണം. ഇന്ന് രാവിലെ സമയം പകരം വെക്കാനില്ലാത്ത ദൈവം, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെപ്പോലെ ആരാധ്യൻ ആരുമില്ല. കാരണം തുല്യം ചൊല്ലാൻ ആരുമില്ല. അവൻ വെറൈറ്റിയുടെ ദൈവമാണ്. പ്രാർത്ഥനയ്ക്കായി തലകൾ ഉണക്കാം, കണ്ണുകളും. പ്രിയ പിതാവേ, നസ്രയനായ യേശുവിൻ നാമത്തിൽ രാവിലെ സമയം തിരുവെഴുത്തുകളിലൂടെ ഞങ്ങളോട് ഇടപെട്ടു. കഴിഞ്ഞ ചില ദിവസങ്ങളായി ഞങ്ങൾ ഏലിയാവിന്റെ ചരിത്രം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുകയായിരുന്നു. 4 ക്ലാസ്സുകൾ പിന്നിട്ട് ഈ 5ാമത്തെ ക്ലാസ്സിലും ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെട്ടു. കർത്താവെ, വിശ്വസിക്കുന്ന, അനുസരിക്കുന്നവന് വേണ്ടി വാക്തത്വം നിവർത്തിക്കുന്ന, വാക്തത്വങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇന്ന് രാവിലെ ഞങ്ങളോട് കൃത്യമായി സംസാരിക്കുന്നു. അങ്ങ് വെറൈറ്റിയുടെ ദൈവമാണ്. അങ്ങയുടെ കയ്യിൽ ഞങ്ങളെ പുലർത്താൻ നിരവധി മാർഗങ്ങൾ.
ഞങ്ങൾ ആ ദൈവത്തിന്റെ പാതാന്തികയെ ശരണപ്പെടും. കർത്താവ് ഇന്ന് പകലിൽ വചനത്തിന്റെ ബലത്തിൽ ഞങ്ങളെ സഞ്ചരിക്കുവാൻ ഇടയാണ്. ഞങ്ങളുടെ മുന്നിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധിയെ നോക്കി ഞങ്ങളുടെ ദൈവം വെറൈറ്റിയുടെ ദൈവമാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം ദൈവാത്മാ ഞങ്ങൾക്ക് നൽകണം. എല്ലാ മഹത്വവും കർത്താവിന് പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച വിഷയങ്ങളോട് കേട്ട വചനത്തോട് പിരിയുന്ന നാം ഓരോരുത്തരും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ വിശുദ്ധരും യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷതയിൽ നമ്മൾക്ക് ഉണ്ടായിരിക്കും. ആ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകി പിതാവിന് ശക്തിയോടെ ശ്രദ്ധിക്കാം. ആമേൻ. കർത്താവായ വേഗം വരണമേ. ഇന്ന് വൈകിട്ട് 9 മണിക്ക് റോമാലേഖനത്തിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ഇന്ന് വൈകിട്ട് 9 മണിക്ക് പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു.